2002 2025 കാലഘട്ടത്തിലാണ്. ഇപ്പോൾ നമ്മൾ ചേർത്തല താലൂക്കിലാണ് ഇരിക്കുന്നത്. ചേർത്തല താലൂക്കിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഇന്ന് കാവ് പരിസ്ഥിതി സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന മൈത്രിക്കാവ് സന്ദേശം നടത്തുന്ന കഞ്ഞിക്കുഴി എന്ന് പറയുന്ന ചേർത്തല താലൂക്കിലെ 18-ാം വാർഡിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്. ബാബാസാഹേബ് അംബേദ്കറെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ബാബാസാഹേബ് അംബേദ്കറിൻ്റെ മകൻ യശ്വന്തിൻ്റെ ചികിത്സയ്ക്കായി ബാബാസാഹേബ് അംബേദ്കർ വന്ന സ്ഥലം കൂടെയാണ് ചേർത്തല താലൂക്ക്. അതുപോലെ തന്നെ നങ്ങേലിയും ഇട്ടി അച്യുതനും പോലുള്ള ആയുർവേദത്തിലും ഒരുപാട് പോരാട്ടങ്ങൾ നടന്ന ചരിത്രം ഉറങ്ങുന്ന വയലാറടക്കമുള്ള കാർഷിക സമരങ്ങളടക്കം നടന്ന ചേർത്തല താലൂക്കിൽ നിന്നാണ് മൈത്രിക്കാവിൻ്റെ സന്ദേശം കാവ് പരിസ്ഥിതി ഉയർത്തുന്നത്. അപ്പോൾ കേരള സമൂഹത്തോട് മൈത്രിക്കാവിനോടും ചേർത്തല താലൂക്കിലെ ഈ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ പ്രാചീന കാലങ്ങളിൽ ലോകത്തിന് മാതൃകയായ ഒരു സ്ഥലമാണ്. വിദ്യാഭ്യാസമായ ആയുർവേദ ജീവിതപ്രകാരമാണ് ഒക്കെ നമ്മൾ പ്രാചീന കാലം വരെ ലോകത്തിന് മാതൃകയാണ് ഈ കേരളം എന്ന് പറയുന്നത്. അത് ഈ ചേര രാജാക്കന്മാരുടെ ഭരണത്തിൻ്റെ അവരുടെ സമൂഹത്തിന് ഗുണപരമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർ ഉത്പാദിപ്പിച്ചെടുത്താണ് ആയുർവേദം എന്ന് പറയുന്നത്. അത് കേരളത്തിൽ ഇവിടെ ആലപ്പുഴ ജില്ല മാത്രമല്ല, കേരളത്തിൽ പലയിടങ്ങളിലും ഇപ്പം നമ്മൾ പല മേഖലകൾ പരിശോധിക്കുമ്പോൾ ധാരാളം ഒരു എഴുത്ത് പരീക്ഷയുടെ അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വനത്തിൽ താമസിക്കുന്ന സ്ത്രീകൾ പ്രസവിച്ച് കഴിയുമ്പോൾ അവർ ഒറ്റമൂലി അരച്ച് കലക്കി കുടിക്കുന്ന ഒരു മരുന്നുണ്ട്. ഒരു പായൽ പോലത്താണ്. അതിൻ്റെ ഫോട്ടോ എൻ്റെ ഉണ്ട്. ഞാൻ വേറെ എടുത്തതാണ്. ഞാൻ 40 ദിവസം വെറുതെ എടുത്ത് വനങ്ങളിൽ സഞ്ചരിച്ചിട്ട് 120, 115 വയസ്സ് വരെയുള്ള ആദിവാസി മൂപ്പന്മാരുമായിട്ട് ചർച്ച ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് പറയുന്നത്. അല്ലാതെ സ്വന്തം എടുത്ത് ആരെങ്കിലും ചെയ്തോളം ചെയ്യാൻ പറയുന്നത് നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള ഔഷധ സസ്യങ്ങൾ നമ്മളറിയാം. നളന്ദ, തട്ടച്ചില എന്നൊക്കെ പറയുന്ന ആ വിദ്യാഭ്യാസ പീഠം തന്നെ നമുക്ക് നോക്കും. അവിടെയൊക്കെ ഈ മരങ്ങളെയും ഈ ഔഷധങ്ങളെയും കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അവിടെ എഴുത്ത് പരീക്ഷ തന്നെ ഓരോ പ്രദേശത്തെയും ഔഷധ സസ്യങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നവരാണ് ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പം ഭാരതം, പ്രത്യേകിച്ച് കേരളം എന്ന് പറയുന്നത് ലോകത്തിന് മാതൃകയാണ്. അത് പുതിയ ആരുടെയും കണ്ടുപിടുത്തമൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ പറയുമ്പോൾ നമ്മളിപ്പോൾ ആലപ്പുഴ ജില്ലയിലെ 10,000 കാവുകളുള്ള സ്ഥലമാണ് ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത്. ഈ 10,000 കാവിൽ 90% കാവ് വരെ ഞാൻ നേരിക്കണ്ട് സംസാരിച്ചാണ് ഓരോ ആലപ്പുഴ ജില്ലയിലും വിളിച്ചു കൂട്ടിയിട്ടാണ്. ആലപ്പുഴയിലെ പരിസ്ഥിതി പ്രവർത്തകരുടെയും ആരാധന പരിരക്ഷകരുടെയും ഒക്കെ ഐക്യമാണ് ഇന്ന് കേരളത്തിൻ്റെ എല്ലാ ജില്ലയിലുമുള്ള കാവുടമകൾ കൈനീട്ടുവാണെന്ന് പറയുന്നത്. കൃത്യമായിട്ടാണ് സംഘടിക്കുകയൊക്കെ ചെയ്യുന്നത്. തീർച്ചയായും കേരളത്തിൽ ആലപ്പുഴ ജില്ലയ്ക്ക് മാത്രമേ ആ പ്രതിജ്ഞ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ആ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ ഒരു അറിവ് നമ്മൾ ജനകീയമാക്കി എന്ന് മാത്രമൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കേരളം എല്ലായ്പ്പോഴും മാതൃകയാണ്. ആലപ്പുഴ അതുപോലെ തന്നെ കിളപിടിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ ആയുർവേദത്തിനും നമ്മുടെ പാരമ്പര്യത്തിനും ഒക്കെ സഹജീവി സ്നേഹവും ദർശന സ്നേഹവും മരുന്നും മന്ത്രവും എന്നാണ് പറയുന്നത്. അതാണിപ്പോൾ പലരും മരുന്നും പ്രാർത്ഥനയും പറഞ്ഞു നടക്കുന്നത്. മരുന്നും മന്ത്രവും എന്ന് പറഞ്ഞാൽ മരുന്നിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ വ്യക്തികൾ അവർക്ക് ഇഷ്ടമുള്ള ദൈവത്തോട് രക്ഷിക്കണമെന്ന് പറയുക, അതാണ് മന്ത്രം. മന്ത്രം എന്നൊക്കെ പറഞ്ഞാൽ രാജാവിനെ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ലേ പറയാനൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ മരുന്നും മന്ത്രവും അത് നമ്മുടെ പൂർവികരുടെ ആശയമാണ്. മരുന്നിനാണ് പ്രാധാന്യം. പക്ഷെ പ്രാർത്ഥന കൊണ്ട് മാത്രം മാറത്തില്ല. അങ്ങനെയാണെങ്കിൽ കോവിഡ് വന്നപ്പം ലോകത്തുള്ളവരും പ്രാർത്ഥിച്ചാൽ മതി, കോവിഡൊക്കെ ഒന്നും പോകാറുന്നില്ല. മരുന്നിനാണ് പ്രാധാന്യം. അപ്പം നമ്മൾ മരുന്നും മന്ത്രവും എന്ന് നമ്മൾ ആശയത്തിന് ലോകത്തിന് പ്രസക്തിയുണ്ട്. അത് മനുഷ്യാരംഭ കാലം അവസാനം വരെ നിലനിൽക്കുകയും ചെയ്യും. അതിൻ്റെ മേല് മരുന്നും പ്രാർത്ഥന എന്നൊക്കെ പറയാൻ ഒരു കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഇവിടെ നിലനിൽക്കണം. അത് വ്യക്തികൾ അവരുടെ വിശ്വാസമാണ്. പക്ഷെ മരുന്നിനാണ് പ്രാധാന്യം. ആ മരുന്നിന് പ്രാധാന്യം കൊടുത്ത രാജ്യവും സംസ്ഥാനം കേരളമാണ്. ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഗ്രന്ഥങ്ങൾ, നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങളൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വികസനമാണ് നമ്മൾ കാണുന്നത്. ഇതല്ല ഈ കയ്പയുടെ പേര് മാറുന്ന പോലെ തന്നെ കണ്ടാൽ മതി. അതായത് കയ്പ കാപ്പിലും പാലിച്ചെല്ലാം കുട്ടിപ്പണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മുടെ വിശ്വാസങ്ങളും നടപടിക്രമങ്ങളുടെയും പുതിയ രൂപങ്ങളാണ് ഇന്ന് എല്ലാ സ്ഥലത്തും കാണുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പ്രാധാന്യം പോലെ നമ്മൾ ആലപ്പുഴ ജില്ലയ്ക്കുമുണ്ട്. ആലപ്പുഴ ജില്ലയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് കേരളത്തിൽ അല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ആരാധനയുമായി ബന്ധപ്പെട്ട കാവ് പരിരക്ഷകർ ഐക്യപ്പെട്ടു എന്നുള്ള ആ ഒരു അംഗീകാരം നമുക്കല്ലാതെ വേറെ ആക്കിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ കൂടുതൽ പ്രാധാന്യം. ഇപ്പം നമ്മുടെ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഈ സംഘടനയ്ക്ക് ആൾക്കാരുണ്ട്.
ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പടിപടി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനി അത് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. അത്ര സംഘശക്തിയോട് അതിന് ജന്മം കുറിച്ചത് നമ്മുടെ ആലപ്പുഴ ജില്ല. അതിന് മാരാരിക്കുളത്തിന് പങ്കുണ്ട്, അമ്പലപ്പുഴയ്ക്ക് പങ്കുണ്ട്, ആലപ്പുഴ ജില്ലയ്ക്ക് പങ്കുണ്ട്.